NCERT ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ദ ഫസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. CTET, AWS, KVS തുടങ്ങിയ സെൻട്രൽ ടീച്ചിങ് എക്സാമുകൾക്ക് ഈ ഒരു ചാപ്റ്റർ സിലബസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. സോ നമ്മൾ വൺ വേർഡ് മാത്രമല്ല പറഞ്ഞു പോകുന്നത്, നോട്ട് രീതിയിലാണ് പറഞ്ഞു പോകുന്നത് എന്ന് നമ്മളുടെ വ്യൂവേഴ്സിന് അറിയാം. ബിക്കോസ് എക്സാം ഇപ്പം നേരിട്ട് ഡയറക്റ്റ് ചോദിക്കുന്നൊരു സിസ്റ്റമല്ല ഇപ്പോൾ ഉള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലാണ് ഇപ്പോഴത്തെ റെലവൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ വരുന്നത്. അപ്പം നമ്മൾ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിക്കണമെന്നുള്ള അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ മെയിൻ പോയിന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, വൺസ് അഗെയിൻ വെൽക്കം ടു ദ ഗാഗുഷ് വേൾഡ്. ദ ഫസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ്. ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിൽ നിന്നും മനുഷ്യൻ ഫാമിംഗ് സിസ്റ്റത്തിലേക്കുള്ള ഒരു ചേഞ്ചാണ് ഹ്യൂമൻ ഹിസ്റ്ററിയിലെ മെയിൻ ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത്. ഹണ്ടിങ് ഗാദറിങ് എന്ന പ്രോസസ്സിൽ നിന്നും ഫാമിംഗ് ഗാദറിങ് എന്നൊരു ഇതിലേക്കുള്ള ട്രാൻസിഷനാണ് മെയിൻ ആയിട്ടുള്ള ഹ്യൂമൻ ഹിസ്റ്ററിയിൽ എടുത്ത് നോക്കുമ്പോൾ മെയിൻ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ അഗ്രികൾച്ചറിന് പ്രൊമോട്ട് കൊടുക്കുകയും അതുപോലെ ഡൊമസ്റ്റിക്കേഷന് പ്രൊമോട്ട് കൊടുക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഓക്കെ, ബിഗിനിങ് ഓഫ് ഫാമിംഗ് ആൻഡ് ഹെർഡിങ്. ക്ലൈമറ്റ് ബിക്കം വാർമർ ആൻഡ് ദ എൻഡ് ഓഫ് ദ പാലിയോലിത്തിക് ഏജ്. നമ്മുടെ പാലിയോലിത്തിക് ഏജിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ക്ലൈമറ്റിന് നല്ല രീതിയിലുള്ള ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ പ്ലാന്റുകളും ആനിമൽസിൻ്റെയും ഫുഡ് രീതിയിലും നല്ല രീതിയിൽ ചേഞ്ചുകൾ ഉണ്ടായിട്ടുണ്ട്. ദെൻ മെൻ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എഡിബിൾ പ്ലാന്റ് വേർ ഫൗണ്ട്. നമ്മൾ എവിടെയൊക്കെയാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് കിട്ടുന്നത്. ഹൗ സീഡ്സ് ബ്രോക്ക് ഓഫ് ഫ്രം സ്റ്റോൾക്സ്. നമ്മൾ എങ്ങനെയാണ് തണ്ടുകളിൽ നിന്നും വിത്തുകൾ നമ്മൾ വേർതിരിക്കുന്നത്. ആൻഡ് ഹൗ ന്യൂ പ്ലാന്റ് സ്പ്രൗട്ടഡ് ഫ്രം ദം. എങ്ങനെയാണ് നമ്മളൊരു വിത്ത് മുളക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇത് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു ഫാർമിംഗ് സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് മാറിയത് എന്നതിൻ്റെ തുടക്കമാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ മനുഷ്യന്മാർ പ്ലാന്റുകളെ പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ദേ ഗ്രോ പ്രോപ്പർലി ആൻഡ് സീഡ്സ് ക്ലൗഡ് റിപ്പൈൻ ഈസിലി. ദ ബിക്കം മെൻസ് ആർ ഫാർമേഴ്സ്. വുമൺ ആൻഡ് മെൻ ആൻഡ് ചിൽഡ്രൻ ബിക്കം എ ഫാർമേഴ്സ്. നമ്മുടെ ഇന്നത്തെ പോലത്തെ നമ്മൾ സൊസൈറ്റിയിൽ ഈക്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്ന് പറയപ്പെടാണ്ടില്ലേ. പക്ഷേ ആദ്യകാലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അതേപോലെ പുരുഷന്മാരും ഈ ഒരു ഫാർമിംഗ് സിസ്റ്റത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. വുമൻ ആൻഡ് മെൻ ചിൽഡ്രൻ കുഡ് ആൾസോ അട്രാക്ട് ദ ടേം ആനിമൽസ് ദറ്റ് വർ റിലേറ്റീവ്ലി ജെന്റിൽ ബൈ ലീവിംഗ് ഫുഡ് ഫോർ ദം നിയർ ദ ഷെൽട്ടേഴ്സ്. These animals as a sheep, goat, cattle and also pigs lived in herds and most of them ate grasses. അപ്പം പ്രധാനപ്പെട്ട ആനിമൽ വേണ്ടത് ഇത്രയും ആനിമൽസാണ്. ഇവർ പ്രധാനമായിട്ടും കഴിക്കുന്നത് നമ്മുടെ ഗ്രാസാണ്, പുല്ലുകളാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മനുഷ്യന്മാർ ആനിമൽസിനെ അറ്റാക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ പുറമെ ഇവർ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മനുഷ്യന്മാർ ഹെർഡേഴ്സായിട്ട് മാറുന്നുണ്ട്. ദെൻ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിലെ ഒരു പൂച്ചയോ അല്ലെങ്കിൽ നമ്മൾ ഡോഗ്സിനെയൊക്കെ വളർത്തുന്നില്ല, അതേപോലെ അന്നത്തെ കാലത്തും മനുഷ്യന്മാർ ആനിമൽസിനെ വളർത്തിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നു. ഡൊമസ്റ്റിക്കേഷൻ ഗ്രോവിങ് പ്ലാന്റ് ആൻഡ് റിയറിങ് ആനിമൽസ് സ്റ്റാർട്ട് അറൗണ്ട് 12,000 years ago. ഈസ്റ്റേൺ മെഡിറ്ററേനിയനിലാണ് ആദ്യമായിട്ട് ഈ ഡൊമസ്റ്റിക്കേഷൻ എന്നൊരു പ്രോസസ്സ് തുടങ്ങിയത് എന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ആനിമൽസ് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ, ഡോഗ്, പിഗ് എക്സെട്ര. പ്രൊവൈഡിങ് ഫീഡ്, ഫുഡ്, മീറ്റ്, ക്ലോത്ത്. പീപ്പിൾ ബിക്കം ഹെർഡേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ദെൻ സൈറ്റ് ഓഫ് കൾട്ടിവേഷന്. നമ്മുടെ ആർക്കിയോളജിസ്റ്റ് നമ്മുടെ ഫാർമിംഗ് എവിഡൻസ് നമ്മൾ കൃഷി ചെയ്തിരുന്നു അല്ലെങ്കിൽ കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മെഹർഗ്രാഹ്. ഈ മെഹർഗ്രാഹിൽ വെച്ചിട്ടാണ്, അതായത് പ്രസൻറ്റ് പാകിസ്ഥാനിലാണ് ഈ മെഹർഗ്രാഹ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് നമുക്ക് വീറ്റ്, ബാർലി, ഷീപ്പ്, ഗോട്ട് തുടങ്ങിയവയുടെ കാറ്റിൽ തുടങ്ങിയവയുടെ
സോഴ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ഗോൾഡിഹ്വ ഗോൾഡിഹ്വ എന്ന് പറയുന്നത് പ്രസൻറ്റ് ഡേ ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമുക്ക് റൈസ്, അതേപോലെ ഫ്രാഗ്മെൻ്ററി ആനിമൽസിൻ്റെ ബോൺസുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്യണം കേട്ടോ, ഈ ഇമ്പോർട്ടൻറ്റ് സൈറ്റുകൾ. ദെൻ എഗെയിൻ മഹഗാര എന്ന് പറയുന്നത് ഇൻ പ്രസൻറ്റ് ഡേ ഉത്തർപ്രദേശിലാണ്. ഇവിടെ നമുക്ക് റൈസിൻ്റെയും കാറ്റിലിൻ്റെയും എന്താ പറയുക സോഴ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ പ്രസൻറ്റ് ഡേ കാശ്മീരിലെ ഒരു പ്ലേസാണ് ഗുഫ്ക്രാൽ. ഈ ഗുഫ്ക്രാലിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രധാനപ്പെട്ട സൈറ്റാണെന്നുള്ളത്. ഈ ഗുഫ്ക്രാലിൽ വീറ്റിൻ്റെയും ലെൻറ്റിലിൻ്റെയും സോഴ്സുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ ബുർസഹോം പ്രസൻറ്റ് ഡേ കാശ്മീർ തന്നെയാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് വീറ്റ്, ലെൻറ്റിൽ, ഡോഗ്, കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, ബഫലോ ഇത്രയും മെയിനായിട്ടുള്ള സോഴ്സുകൾ നമുക്ക് ബുർസഹോമിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ ചിരാന്ത്, ഈ ചിരാന്തിൽ നിന്നാണ് നമ്മുടെ പ്രസൻറ്റ് ഡേ എന്ന് പറയുന്നത് ബീഹാറിലാണ്. ഈ ബീഹാറിൽ നിന്നാണ് നമുക്ക് വീറ്റ്, ഗ്രീൻ ഗ്രാം, ബാർലി, ബഫലോ, ഓക്സ്, മില്ലറ്റ്, കാറ്റിൽ, ഷീപ്പ്, ഗോട്ട്, പിഗ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ചിരന്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു സൈറ്റാണ് ഹല്ലൂർ എന്ന് പറയുന്നത് കർണാടകയിലും, അതുപോലെ പോളിയംപള്ളി എന്ന് പറയുന്നത് തെലുങ്കാനയാണ് കേട്ടോ. തെലുങ്കാനയിലാണ് പോളിയംപള്ളി എന്നുള്ളത്. അപ്പോൾ ഈ ഹല്ലൂറിൽ നിന്നും ഹല്ലൂറിൽ നിന്നും പയ്യമ്പള്ളിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലാക്ക് ഗ്രാം, മില്ലറ്റ്, കാറ്റിൽ, ഷീപ്പ്, പിഗ് എക്സെട്ര ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ആർക്കിയോളജിക്കൽ ഫാർമിംഗ് എവിഡൻസ് കിട്ടിയിട്ടുള്ള സൈറ്റുകളാണ് ഇത്. മെഹഗ്രാഹ്, കോൽദിഹ്വാഹ്, മഹാഗ്ര, ഗുഫ്ക്രാൽ, ബുർസഹോം, ചിരാന്ത്, ഹല്ലൂർ, പയ്യമ്പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അവരുടെ ജീവിതമാർഗം, അവരെങ്ങനെയാണ് താമസിച്ചിരുന്നതെന്നും കൂടെ നോക്കാം. പീപ്പിൾസ് ബിൽഡ് ഹട്ട് ആൻഡ് പിറ്റ് ഹൗസസ്. നമ്മൾ ഈ പിറ്റ് ഹൗസസ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഹട്ടുകളായിട്ടോ അല്ലെങ്കിൽ പിറ്റ് ഹൗസസുകളിലായിരുന്നു അന്നത്തെ കാലത്ത് മനുഷ്യന്മാർ ജീവിച്ചിരുന്നത്. ഈ പിറ്റ് ഹൗസിന് ഒരു പിക്ചർ ഉണ്ട്, കാണിച്ചിരാവേ. ഇതാണ് പിറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തെളിവുകൾ നമുക്ക് ബുർസഹോം പ്രസൻറ്റ് ഡേ കാശ്മീരാണ് കേട്ടോ ഈ ബുർസഹോം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ ഹട്ടിൻ്റെയും ഹട്ട് അല്ലെങ്കിൽ ഹൗസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബുർസഹോമിൽ നിന്നും ഒരു പിറ്റ് ഹൗസിൻ്റെ ഒരു സോഴ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. Then used earth for cooking. Then made polished stone tools, mortars and pestles. Used in earthen pot, begin weaving cloth, took part in dance and cultural activities. അപ്പോൾ നമ്മൾ വീവിങ് ക്ലോത്തിന് ബിഗിൻ ചെയ്തിട്ടു. അതുപോലെ എർത്തൻ പോട്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഡാൻസും അതുപോലെ കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗ്ഗമായിട്ട് മാറാൻ തുടങ്ങി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കസ്റ്റംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ട്രൈബൽ സൊസൈറ്റീസ് ആണ്. അപ്പോൾ usually 2 to 3 generation of tribe lived together in the small settlement or villages. Most families were related to the one another and group of such families formed a tribe. But tribe lived in small villages. ഇവിടെ മെയിൻ ഓക്യുപ്പേഷൻസ് പറയുന്നത് ഹണ്ടിങ്, ഫാമിങ്, ഹെർഡിങ്, ഫിഷിങ്, ഗാദറിങ് എക്സെട്രയാണ്. ഇവിടെ ഈ ട്രൈബൽ സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ദെൻ വുമൻസ് എന്ന് പറയുന്നത് ഇവിടെ സോവിങ്, അവരുടെ പ്രധാന പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ സോവിങ് സീഡ്സ്, ഹാർവെസ്റ്റിങ്, അതുപോലെ ഗ്രിൻഡിങ്, ഗ്രെയിനുകളൊക്കെയാണ് വുമൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ദെൻ മെന്നിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹെർഡിങ് ആനിമൽസ് ആണ്, മേക്കിംഗ് ടൂൾസ്, ഹഡ്സ്. ദെൻ ഇവർക്ക് നല്ല രീതിയിലുള്ള റിച്ച് കൾച്ചറൽ ഉണ്ടായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു കൾച്ചറൽ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നും കൂടെ ഇവിടെ ഓർക്കുക. അതേപോലെ ഇവർ ബിലീവ്ഡ് ഇൻ ദെയർ ഓൺ ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ഇവർക്ക് സ്വന്തമായിട്ടും ഗോഡും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ആരാധിച്ചിരുന്നു.
ഓക്കെ. ദെൻ അടുത്തൊരു 2 ഇമ്പോർട്ടൻറ്റ് സൈറ്റുകളാണ് മെഹർഗ്രാഹും ഡാവോജലി ഹേഡിങ് എന്ന് പറയുന്നത്. ഇത് നോക്കി വെക്കണേ. മെഹർഗ്രാഹ് എന്ന് പറയുന്നത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ നിയർ ബോലൻ പാസിൽ അടുത്തുള്ള ഒരു പ്രദേശത്തെയാണ് നമ്മൾ മെഹർഗ്രാഹ് എന്ന് വിളിക്കുന്നത്. ഈ മെഹർഗ്രാഹ് എന്ന പ്രദേശം എക്സ്കവേറ്റ് ചെയ്തത് ജീൻ ഫ്രാൻകോയിസ് ജാരേജും കാതറിൻ ജാരേജും, 2 ജാരേജ് ആണെന്ന് മനസ്സിലാക്കുക. ജീൻ ഫ്രാൻകോയിസ് ജാരേജും കാതറിൻ ജാരേജുമാണ് മെഹർഗ്രാഹ് എന്ന പ്ലേസ് എക്സ്കവേറ്റ് ചെയ്തത്. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് നിയോളിത്തിക് സൈറ്റ് ആണ് കേട്ടോ. നിയോളിത്തിക് സൈറ്റാണ് മെഹർഗ്രാഹ് എന്ന് ഓർക്കുക. എവിഡൻസ് ഓഫ് ഫാർമിംഗ് ആൻഡ് ഹെർഡിങ്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫാമിംഗ് ഹെർഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ നമുക്ക് ഈ മെഹർഗ്രാഹിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീറ്റ്, ബാർലി, ഷീപ്പ്, ഗോട്ട്, കാറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമ്മൾ മെഹർഗ്രാഹിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പീപ്പിൾ ബറീഡ് ദ ഡെഡ് വിത്ത് ഗുഡ്സ്. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യന്മാർ മരിക്കുമ്പം അതിൻ്റെ ബോഡി നമ്മൾ ഡെഡ് ബോഡീസ് നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അവർ ഉപയോഗിച്ച വസ്തുക്കൾ കൂടെ കവർ ചെയ്യുമായിരുന്നു. ഇവരുടെ ഹൗസ് എന്ന് പറയുന്നത് സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ആയിരിക്കും ഇവരുടെ ഹൗസ് എന്ന് പറയുന്നത്. അപ്പം ഈ മെഹർഗ്രാഹിൽ ഒന്ന് ഓർക്കേണ്ടത്, എക്സ്കവേറ്റ് ചെയ്തത് ജീൻ ഫ്രാൻകോയിസ് ജാരേജും കാതറിൻ ജാരേജുമാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. ദെൻ നിയോളിത്തിക് ഓൾഡസ്റ്റ് നിയോളിത്തിക് സൈറ്റാണ്. ഇവിടെ വീടെന്ന് പറയുന്നത് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കുലർ ആണ്. പിന്നെ പീപ്പിൾ ബറീഡ് ദ ഡെഡ് ദ ഗുഡ്സ്, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അവർ കൂടെ തന്നെ അവരുടെ ഉപയോഗിച്ച വസ്തുക്കൾ കൂടി അതിൽ മറമാടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു സൈറ്റാണ് ഡാവോജലി ഹേഡിങ്. ഡാവോജലി ഹേഡിങ് നമ്മുടെ ഇന്നത്തെ ആസാമിൽ ബ്രഹ്മപുത്ര വാലിക്കടുത്തായിട്ടാണ് ഈ ഡാവോജലി ഹേഡിങ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡാവോജലി ഹേഡിങ് ഡിസ്കവർ ചെയ്തത് 1961 ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഒരുപാട് സ്റ്റോൺ ടൂൾസ്, മോർട്ടാർസ്, പെസ്റ്റൽസ്, പോട്ടറി തുടങ്ങിയ ഒരുപാട് എവിഡൻസുകൾ നമുക്ക് ഈ ഡാവോജലി ഹേഡിങ്ങിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ കൾട്ടിവേഷൻ ചെയ്തതിൻ്റെയും അതുപോലെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്കും ഈ ഡാവോജലി ഹേഡിങ്ങിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ടൂൾസ് മെയ്ഡ് ഫോസിൽ വുഡ്സ് ആൻഡ് ജാഡേറ്റ്. ഇവർ ഫോസിലുകൾ കൊണ്ടും അതേപോലെ ജേഡേറ്റ് കൊണ്ടുമാണ് ഇവർ ടൂൾസുകൾ നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയുന്നുണ്ട്. ദ ഫാസ്റ്റ് ഫാർമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ്. നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ട്രാൻസിഷനാണ് ഹണ്ടിങ് ഗാദറിങ് എന്ന പ്രോസസ്സിൽ നിന്നും ഫാർമർ ആൻഡ് ഗാദറിങ് എന്നതിലേക്കുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം അവരുടെ നോക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട സൈറ്റുകൾ നോക്കുക. പിന്നെ പിറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ബുർസഹോമിൽ നിന്നാണ് നമുക്കൊരു പിറ്റ് ഹൗസിൻ്റെ തെളിവുകൾ ലഭിക്കുന്നത്. ഓക്കെ, മെഹർഗ്രാഹ്, ഡാവോജലി ഹേഡിങ്, ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.